ഹലോ ഫ്രണ്ട്സ്, ഫുഡ് ഫാഷൻ ഫ്ലൈയിൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ കേസരിയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ നല്ല പഴുത്ത പൈനാപ്പിൾ നല്ലോണം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് തൈര്, പുളി കുറവുള്ളൊരു തൈരും, പിന്നെ തേങ്ങ ചിരകി വെച്ചിരിക്കുന്നതും, പിന്നെ അരയ്ക്കാൻ ആവശ്യത്തിന് വെള്ളം 1 ഗ്ലാസ്, പിന്നെ പച്ചമുളക്, കടുക്, ഉള്ളി, കറിവേപ്പില. അപ്പോൾ ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ പൈനാപ്പിൾ കേസരി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ പൈനാപ്പിൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ടേക്ക് 1/4 സ്പൂൺ ഉപ്പ് ആഡ് ചെയ്യാം. പിന്നെ 1/4 സ്പൂൺ മുളക് പൊടി, പിന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം. വേവിക്കാൻ വയ്ക്കാം. നമ്മൾ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ശരിക്കും ഇതൊന്ന് തിളയ്ക്കണം. പൈനാപ്പിളിന് കുറച്ച് വേവുണ്ട്. ഒരു 30 മിനിറ്റ്സോളം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നല്ലോണം കവർ ചെയ്ത് വെച്ച് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ തേങ്ങ അരച്ചെടുക്കാം. ഒരു കറിവേപ്പില ഇട്ട് കൊടുക്കാം കുറച്ച്, പിന്നെ എരിവിന് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം, പിന്നെ കുറച്ച് കടുകും കൂടി ഇട്ടിട്ടാണ് നമ്മൾ അരയ്ക്കുന്നത്. പിന്നെ ഈ മസാലയ്ക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അതിനാവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് നല്ലോണം മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. നമ്മൾ തേങ്ങ ശരിക്കും നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി പൈനാപ്പിൾ കഷ്ണങ്ങൾ വെന്തേലും നമുക്ക് ഇടാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ഏകദേശം നല്ലോണം വെന്തിട്ടുണ്ട്. ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് അരച്ചു കൊടുക്കണം. ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയാണ്. അത് നമുക്ക് ഇതിലേക്ക് വെന്തതിന് ശേഷം ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ തേങ്ങയുടെ അരിപ്പ് പൈനാപ്പിളിലേക്ക്. ഇനി ഒരു 5 മിനിറ്റോളം ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പൈനാപ്പിൾ കറി നല്ലോണം തിളച്ചിട്ടുണ്ട്. അത് നമുക്ക് ആ സമയത്ത് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന മോരും കൂടി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ. തിളയ്ക്കാൻ പാടില്ല. ഫ്ലെയിം ഒന്ന് സ്ലിം ചെയ്തിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. നമുക്കിനി കടുക് താളിക്കാം. അതിലോട്ടേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം എടുത്ത് വെച്ചിരിക്കുന്ന കടുകും കൂടി ഇട്ട് കൊടുക്കാം. കടുകൊക്കെ ശരിക്കും പൊട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കൊല്ലമുളകും കൂടെ ആഡ് ചെയ്യാം. കരിയണം പാവരുത്. ഒരു ബ്രൗണിഷ് കളർ തന്നെ വരെ നമുക്ക് ഉള്ളി ഒന്ന് വറുക്കാം. ഉള്ളി ശരിക്കും ബ്രൗണിഷ് കളർ ആയതുകൊണ്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന ഉള്ളി, മുളകും, കടുകും നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം.
അപ്പോൾ നമ്മളുടെ പൈനാപ്പിൾ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു വിഭവമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു.